പിന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഞാൻ അവിടെ നമസ്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയ്ക്ക് എനിക്കൊരു വല്ലാത്തൊരു വൈകാരികമായിട്ടുള്ളൊരു അവസരമായിരുന്നു. അത് വാക്കുകൾക്ക് അതീതമാണത്. എന്താണ് അവിടെ അപ്പോൾ എന്ന് പറയാൻ പറ്റാത്ത അത്രയും വിവരണാതീതമായിട്ടുള്ളൊരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ തിരഞ്ഞെടുത്ത ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായി അവരോധിക്കുന്ന മൂർത്തിയടുത്ത് സുധാകരൻ നമ്പൂതിരിയാണ് നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹം വലിയ ഒരു കലാകാരൻ കൂടിയാണ്, ഒരു അധ്യാപകനാണ്, അങ്ങനെയുള്ള പല തരത്തിലുള്ള ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹത്തിനുമായി നമ്മൾ കുറച്ചു നേരം സംസാരിക്കാം. വിശേഷങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നതാണ്. ഹരേ മേൽശാന്തി, നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുത്തു. ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായിട്ട് തിരഞ്ഞെടുക്കുന്ന നറുക്ക് വായിക്കുന്ന സമയത്ത് അങ്ങ് ശ്രീ അമ്നാലമ്പലത്തിനകത്തുണ്ടായിരുന്നു. അത് കേട്ട സമയത്ത് നമുക്ക് എന്താണ് മനസ്സിൽ തോന്നിയത്? അത് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പറയാം. മേൽശാന്തി നറുക്കെടുപ്പിൻ്റെ സമയത്ത് ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ തവണയാണ് നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നത്. 4 തവണ അപേക്ഷിച്ചു. ആദ്യത്തെ തവണ ഇൻ്റർവ്യൂവിൽ ഞാൻ പരാജയപ്പെട്ടു. അപ്പോൾ പിന്നെ അങ്ങനെ മൊത്തം 4ാമത്തെ തവണയാണ്. അപ്പോൾ എൻ്റെ ക്രമനമ്പറും എൻ്റെ പേരും വായിച്ചപ്പോൾ തന്നെ ഞാനവിടെ നമസ്കരിച്ചു. എനിക്ക് നമസ്കരിക്കാനേ കഴിഞ്ഞുള്ളൂ. കാരണം അപ്രതീക്ഷിതം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ അത് അപേക്ഷിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ കൊടുക്കുന്നത്. പക്ഷെ ഭഗവാൻ എനിക്ക് ചില തോന്നലുകളൊക്കെ തന്നിരുന്നു. ഇത്തവണ എന്നെ അനുഗ്രഹിക്കും എന്നുള്ളൊരു ചില നമുക്ക് ഉള്ളിൽ ആദ്യമേ തന്നെ കുറേശ്ശെ തോന്നിയിരുന്നു. അതിങ്ങനെ ഓരോ ഭാഗവും ക്ലിയറായി വന്ന അവസാനം പേര് വായിച്ചപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഞാൻ അവിടെ നമസ്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയ്ക്ക് എനിക്കൊരു വല്ലാത്തൊരു വൈകാരികമായിട്ടുള്ളൊരു അവസരമായിരുന്നു. അത് വാക്കുകൾക്ക് അതീതമാണത്. എന്താണ് അവിടെ അപ്പോൾ എന്ന് പറയാൻ പറ്റാത്ത അത്രയും വിവരണാതീതമായിട്ടുള്ളൊരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. ശരിക്കും കണ്ണൊക്കെ നിറഞ്ഞു പോയി, ആനന്ദ കണ്ണീര്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ അവിടെ നമസ്കരിച്ചു. അതിനുശേഷം നമ്മൾ തന്ത്രി നമ്പൂതിരിയെ കണ്ടു. ഈ 4ാമത്തെ തവണ കിട്ടി എന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ മറു ചോദ്യം എന്ന് വെച്ചാൽ 3 തവണ നമ്മൾ അപേക്ഷിച്ചപ്പോഴും നമുക്ക് കിട്ടിയില്ലല്ലോ. അപ്പം നമുക്ക് എന്താണ്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഈ അപേക്ഷിച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കാറുണ്ട്, എനിക്ക് കിട്ടിയാൽ എന്താണ്, കിട്ടിയില്ലെങ്കിൽ എന്താണെന്ന് ആലോചിക്കാറുണ്ട്, സ്വയം അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇത് രണ്ടും ഭഗവാന്റെ നിശ്ചയമാണ് എന്ന് ഞാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിലും അതും ഭഗവാൻ നിശ്ചയിക്കുന്നതാണ്. പിന്നെ എനിക്ക് വളരെ ചുരുങ്ങിയ അവസരമുള്ളൂ. കാരണം ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമാണ്, 56 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ അപേക്ഷിക്കാൻ തുടങ്ങിയത്. പൂജയൊക്കെ പഠിച്ചു തന്നെ. ഈ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ എത്ര 2 കൊല്ലമേ ഉള്ളൂ? 22-ലാണ് റിട്ടയർ ചെയ്തത്. 22-ൽ റിട്ടയർ ചെയ്തിട്ടാണ് ഞാൻ വലിയ പൂജ പഠിച്ചത്. പരിവാരം പൂജയൊക്കെ പഠിച്ച് എന്നിട്ടാണ് അപേക്ഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ അപേക്ഷിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ആകെ 60 വയസ്സ് വരെയുള്ള കാലയളവിൽ കുറച്ച് അവസരങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ കുറച്ച് അവസരങ്ങൾക്കുള്ളിൽ നമുക്ക് ഇത് കിട്ടില്ല എന്നൊന്നും പ്രതീക്ഷിച്ചില്ല. കിട്ടും, ഭഗവാൻ അനുഗ്രഹിക്കും എന്നൊരു തോന്നലുള്ളിൽ ഉണ്ടായിരുന്നു. എന്തായാലും അത് അനുഗ്രഹിച്ചു. ഇനി എനിക്ക് ഇപ്പം കിട്ടിയില്ലെങ്കിൽ പിന്നെ 2 ചാൻസും കൂടി ഉള്ളൂ മുമ്പിൽ കിട്ടാനുള്ള ഒരു അവസരമുള്ളൂ. ഭഗവാൻ അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ വിചാരിച്ച മാതിരി ഭഗവാൻ തന്നു. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്? എന്തൊക്കെയാണ് കലാപാഠവങ്ങൾ? ഞാൻ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂള്, ചക്രശ്ശേരി മണ്ണാർക്കാട് അടുത്തുള്ള ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വർക്ക് ചെയ്തത്. 34 വർഷം ജോലി ചെയ്തു. പിന്നെ അതിൽ 17 വർഷം പ്രിൻസിപ്പളായിട്ടാണ് ജോലി ചെയ്തത്. ഒരു ഉത്തരവാദിത്തമുള്ളൊരു ജോലിയായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ പൂജ പഠിക്കാനോ അപേക്ഷിക്കാനോ ഒക്കെ വൈകിയത്. അതെ, വലിയ ഉത്തരവാദിത്തമുള്ളൊരു ജോലിയിലായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ട്, അതാണ് നമ്മുടെ ഒരു ശിഷ്യസമ്പത്ത് ഉണ്ട് നമുക്ക്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഈ വാർത്ത അറിഞ്ഞിട്ട് വലിയ സന്തോഷത്തോടു കൂടി വിളിച്ചിരുന്നു. പിന്നെ ഞാൻ കലാരംഗത്ത് ഒരു മൃദംഗം ആർട്ടിസ്റ്റാണ്. മൃദംഗം, അതോടൊപ്പം ഘടവും വായിക്കും. അപ്പോൾ ഇത് രണ്ടും ആകാശവാണിയുടെ ഗ്രേഡുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ പാട്ടാണ് ചെറുപ്പത്തിൽ പഠിച്ചത്. എൻ്റെ ജ്യേഷ്ഠൻ ഇവിടെ തന്നെ മുൻ മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹം സംഗീത അധ്യാപകൻ കൂടിയായിരുന്നു. ഞാനും ഏട്ടനും കൂടിയാണ് കുട്ടിക്കാലത്ത്
വായ്പാട്ടാണ് ആദ്യം പഠിച്ചത്. എൻ്റെ അമ്മയുടെയൊക്കെ ആഗ്രഹപ്രകാരമാണ് പഠിച്ചത്. എൻ്റെ അമ്മാമൻ തീയന്നൂര് ശങ്കരനാരായണൻ നമ്പൂതിരി TSN എന്ന പേരിൽ അദ്ദേഹം മേൽശാന്തി ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മേൽശാന്തി ആയിരുന്നു. അദ്ദേഹം ഒരു ഘടം കലാകാരൻ, ചെമ്പൈയോടൊപ്പമൊക്കെ ധാരാളം കച്ചേരി വായിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു പാരമ്പര്യം കൂടി ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് എനിക്ക് ഈ കലാപാരമ്പര്യം കുറച്ച് ഉണ്ട്. പിന്നെ ഏട്ടൻ മേൽശാന്തി ആയിരുന്ന സമയത്താണ് ഇവിടെ കൊറോണ നടന്ന സമയത്തൊന്നും. അപ്പൊ ഏട്ടൻ സംഗീതം ഭഗവാനെ കേൾപ്പിച്ചു കൊടുത്തിരുന്നത് മറ്റൊരു കേൾക്കുന്നുണ്ട്, ആരുമില്ലാത്ത സമയമല്ലേ. അപ്പൊ മേൽശാന്തിയും ഭഗവാനും മാത്രമായിട്ട് ഇരിക്കുന്ന സമയം. അപ്പൊ അദ്ദേഹം അങ്ങനെ സംഗീതം കേൾക്കും, ഭഗവാൻ അത് കേട്ട് രസിച്ചിരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഈ പൂജാതി കാര്യങ്ങൾക്ക് കടന്നതിന് ശേഷം ആ സമയത്ത് നമ്മുടെ ഗുരുസ്ഥാനീയന്മാരാരൊക്കെയാണ്? ഏട്ടൻ തന്നെയാണ് എൻ്റെ പൂജയിലെ ഗുരു. പിന്നെ ഏട്ടനെ പഠിപ്പിച്ചത് തീയന്നൂർ പ്രമോദാണ്. അപ്പൊ അവര് രണ്ടുപേരും അദ്ദേഹത്തിന് മേൽശാന്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ. കിട്ടി. അതെ അതെ, ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ വ്യക്തിത്വങ്ങളാണ്. പിന്നെ ഇപ്പോൾ പൊതുവെ മറ്റുള്ള സ്റ്റേജുകളിലൊക്കെ കലാപരിപാടികൾക്ക് ഇതൊക്കെ പോവാറുണ്ട് ഇല്ലേ? അങ്ങനെ ഗുരുവായൂർ വന്ന് വല്ല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ഗുരുവായൂർ ഞാൻ ചെമ്പൈ സംഗീതോത്സവത്തിന് എല്ലാ വർഷവും വന്ന് വായിക്കാറുണ്ട്. ആകാശവാണിയുടെ റിലേക്ക് വേണ്ടിയിട്ട് അവർ വിളിക്കാറുണ്ട്. ബന്ധപ്പെട്ട ആൾക്കാർ എന്നെ വിളിച്ച് എനിക്ക് അവസരം തരാറുണ്ട്. വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ആകാശക്കാലത്ത് എനിക്കിവിടെ വന്ന് താമസിക്കാനുള്ള സൗകര്യവും ഇവിടെ തൊഴാനുള്ള സൗകര്യമൊക്കെ ഈ ആകാശവാണിയുടെ റിലേയിൽ പങ്കെടുക്കൊണ്ട് നമുക്ക് കിട്ടാറുണ്ട്. അത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ തന്നെ അത് ഭഗവാൻ ഒരു വിളിയാണ്, ഭഗവാൻ തരുന്ന ഒരു ഭാഗ്യം. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഭഗവാൻ ഇങ്ങോട്ട് തന്നെ വരൂ, വന്ന് മേൽശാന്തി ആവൂ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേൽശാന്തി ആവുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ യശോദമ്മ ഭഗവാനെ കുളിപ്പിക്കുക, ഭഗവാന് ഭക്ഷണം കൊടുക്കുക, ഭഗവാൻ ഉറക്കുക എന്ന് വേണ്ടിയിട്ട് ചിട്ടയായിട്ട് ഒരു അമ്മയുടെ സ്ഥാനം തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതെല്ലാം നല്ലപോലെ നിർവഹിക്കാൻ പറ്റട്ടെ. പിന്നെ കുടുംബപരമായിട്ട് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്? എൻ്റെ വൈഫ് ഷാജിനി, അവര് മറ്റേ മണ്ണാർക്കാട് കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്തു. അവരുടെ ഇല്ലം പാലായിലാണ്, മൂത്തേടം എൻ്റെ പേര്. എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. മൂത്താള് സുമനേഷ്, അയാൾ ദുബായിലാണ്, ഷാർജയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ നിഖിലേഷ്, അയാൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ MSc ഫിസിക്സ് B.Ed ആണ്. 2 പിന്നെ മരുമകളുണ്ട്, മൂത്താളുടെ അത്തേമാര് വൈഫ് വാണി, അവരും അവിടെ തന്നെയാണ്, ദുബായിലാണ്. അങ്ങനെ ഒരു ചെറിയ കുടുംബം. ഈ വായ്പാട്ടൊക്കെ പാടിയുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഒരു 4 വരി ഒന്ന് പാടിയാൽ ഒരു ഭഗവാന്റെ കീർത്തനോ അങ്ങനെ എന്തെങ്കിലും പാടാം. അടിമലരിണ തന്നെ കൃഷ്ണ, അടിമലരിണ തന്നെ കൃഷ്ണ, അടിയനുരവലംബം ശ്രീകൃഷ്ണ, അടിമലരിണ തന്നെ കൃഷ്ണ, അടിയനുരവലംബം ശ്രീകൃഷ്ണ, അടിമലരിണ തന്നെ. അറിയരുതടിയനു ഗുണവും ദോഷവും, അറിയരുതടിയനു ഗുണവും ദോഷവും, അരുളുക ശുഭമാർഗം കൃഷ്ണ, അടിമലരിണ തന്നെ കൃഷ്ണ, അടിയനുരവലംബം ശ്രീകൃഷ്ണ, അടിമലരിണ തന്നെ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായിട്ട് 4ാമത്തെ തവണ ഗുരുവായൂരപ്പൻ മേൽശാന്തിയായിട്ട് നമ്മളെ വിളിച്ചു. ഇനി ഈ ഒക്ടോബർ 1-ാം തീയതി മുതലാണ് ചാർജ് എടുക്കുന്നത്. 6 മാസക്കാലം മേൽശാന്തിയായിട്ട് ഭഗവാനെ സേവിച്ചുകൊണ്ടും
ഭഗവാൻ ഒരു കുറവും വരുത്താതെ ഭഗവാൻ ഒപ്പം കൊണ്ടു നടക്കട്ടെ. അതോടൊപ്പം തന്നെ മേൽശാന്തി എന്നുള്ള നിലയ്ക്ക് ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും വല്ല ഉപദേശങ്ങളോ എന്തെങ്കിലും പ്രാർത്ഥനകൾ പറയാനോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന്. ഭക്തജനങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് പരിപൂർണമായിട്ട് ഭഗവാന് സമർപ്പിക്കുക. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ സങ്കീർണമാണ്. ഓരോ വ്യക്തിയും വലിയ വലിയ മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. നമ്മൾ പരിപൂർണമായി ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും, നന്മയും തിന്മയും എല്ലാം ഭഗവാൻ തരുന്നതാണ് എന്ന് സങ്കല്പിച്ച് പരിപൂർണമായ ഒരു സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്മയുണ്ടാവും, ഏറ്റവും ലാളിത്യമുണ്ടാവും, വിനയമുണ്ടാവും, ഭക്തിയുണ്ടാവും, പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും കാത്തു സൂക്ഷിച്ച് നല്ലൊരു സമൂഹമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഭഗവാനിൽ പരിപൂർണമായി ഭഗവാൻ അർപ്പിക്കുക, ഭഗവാനെ സേവിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരിപൂർണമാവും, നല്ല സന്തോഷത്തോടു കൂടി കഴിയാൻ പറ്റും. ഇതെല്ലാം ഭക്തജനങ്ങളും കേൾക്കുക. മേൽശാന്തിയുടെ ഒരു ഉപദേശം എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. മേൽശാന്തിക്ക് ഈ 6 മാസക്കാലവും യാതൊരു തരത്തിലുള്ള കുറവും വരുത്താതെ ഭഗവാൻ നോക്കും, അത് ഉറപ്പാണ്. നമ്മൾ ഭഗവാനെ അതേമാതിരി നോക്കും, അതും ഉറപ്പാണ്. യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ 6 മാസക്കാലം ഭംഗിയായിട്ട് നടത്തുവാൻ സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണം. ഹരേ ഗുരുവായൂരപ്പ ശരണം.